വാർത്തകൾ തുടരുന്നു. ആഘോഷങ്ങളുടെ മാറ്റുകുറയുന്നത് പലപ്പോഴും ഇല്ലാത്തവന്റെ വയർ വിശന്നിരിക്കുമ്പോഴാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലെ ഈട്ടിത്തോപ്പിനടുത്ത് മഞ്ഞപ്പാറ എന്ന ഗ്രാമത്തിൽ സെബാസ്റ്റ്യൻ എന്ന മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പാവപ്പെട്ടവർക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. ഈ ക്രിസ്മസ് പുതുവത്സര നാളുകളിലും ആരാരും തുണയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന തിരക്കിലാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ. 33 വർഷമായി സെബാസ്റ്റ്യൻ ഈ പ്രവൃത്തി തുടർന്നു വരുന്നു. ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും ഇടുക്കി ജില്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർധനരായ കുടുംബങ്ങൾ ആ കാത്തിരിപ്പിലാണ്. തുണിസഞ്ചിയിൽ നിറയെ സ്നേഹവും ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന സെബാസ്റ്റ്യൻ എന്ന വലിയ മനുഷ്യനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ സമൃദ്ധമായ സദ്യകളും വിരുന്നുകളും ഒരുക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ തിരിച്ചറിവാണ് സെബാസ്റ്റ്യനെ ഇത്തരമൊരു ദൌത്യത്തിലേക്ക് നയിച്ചത്. വെറുമൊരു കിറ്റ് വിതരണം എന്നതിലുപരി സഹജീവിയോടുള്ള ഉത്തരവാദിത്തമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. പച്ചക്കറി, അരി, എണ്ണ തുടങ്ങി ഒരു കുടുംബത്തിന് ആഘോഷ ദിവസങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ആ കിറ്റിലുണ്ടാകും. നമ്മളെ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ പ്രാവശ്യവും നമ്മൾ കൊടുക്കുകയാണ്. കുറച്ച് പേർക്ക് ഒരു അഭയമായി മാറാൻ വേണ്ടി ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മളെ പറ്റും പോലെ ചെയ്യുന്നു. നമ്മുടെ മെടുക്കല്ല, ദൈവത്തിൻ്റെ മെടുക്കുവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലവരായി ജീവിക്കുക, നന്മ ചെയ്യുക. നാടനും നാട്ടുകാർക്കും നന്മയായി മാറട്ടെ. രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ ശരിക്കും സഹായം ആവശ്യമുള്ള കിടപ്പുരോഗികൾ, വിധവകൾ, ഒറ്റപ്പെട്ടുപോയ വയോധികർ എന്നിവരെ കണ്ടെത്തിയാണ് അദ്ദേഹം സഹായം എത്തിക്കുന്നത്. പ്രവർത്തനത്തിന്റെ പിന്നിൽ സ്വന്തം അധ്വാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന വിഹിതവും നല്ലവരായ സുഹൃത്തുക്കളുടെ പിന്തുണയുമാണ് സെബാസ്റ്റ്യന്റെ കരുത്ത്. പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് താൻ നൽകുന്ന ആ ഒരു കിറ്റുകൊണ്ട് ഒരു വീടിന്റെ അടുപ്പിൽ തീ പുകയുന്നുണ്ടെങ്കിൽ അതാണ് തന്റെ സന്തോഷമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മുതിർന്ന പൗരനിലൂടെ അനേകം പേർക്ക് മാസം തോറും നമ്മൾ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു. അതിലൊരു ഭാഗമാകാൻ സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ ഒരു ഭാഗം, ഒരു കണിക മാത്രമാണ് ഞാൻ. പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാർ കിറ്റിന് സാധനം മേടിക്കാൻ സഹായിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കടകളിൽ നിന്ന് സാധനം തന്ന് സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. 33 വർഷത്തിനു മുമ്പ് സെബാസ്റ്റ്യനും ഭാര്യയും ഒരുമിച്ച് മുന്നോട്ട് വന്നാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. 2000-ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടം മഞ്ഞപ്പാറ ക്രിസ്തുരാജ് പള്ളി വികാരി ഫാദർ ജോസഫ് തെങ്ങുംതോട്ടം ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് മെമ്പർ അനുമോൾ ആന്റണി പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതാണ് മറ്റൊരാളുടെ വിശപ്പടക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി. സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയുടെ ഈ നിലപാടാണ് അദ്ദേഹത്തെ നാട്ടുകാരുടെ പ്രിയങ്കരനാക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ ഒരു വ്യക്തിയല്ല, മറിച്ചൊരു സന്ദേശമാണ്. ആഘോഷങ്ങൾ എന്നത് പകിട്ട് കാണിക്കാനുള്ളതല്ല, മറിച്ച് പങ്കുവയ്ക്കാനുള്ളതാണെന്ന വലിയ പാഠം അദ്ദേഹം നമുക്ക് പകർന്നു നൽകുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.